വിശ്വാസ വെളിച്ചത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഗുഡ്നസ് ടിവിയുടെ എല്ലാ മാന്യപ്രേക്ഷകരെയും ഏറെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. കത്തോലിക്ക വിശ്വാസ സത്യങ്ങളെ സാർവത്രിക മതബോധന ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രേക്ഷകർക്കായി ലളിതമായി വ്യാഖ്യാനിച്ച് വിശദീകരിച്ചു കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണിത്. കേരള കത്തോലിക്ക സഭയിലെ പ്രമുഖ ദൈവശാസ്ത്രജ്ഞനും ആലുവ സെൻറ്റ് ജോസഫ് പൊന്തിഫിക്കൽ സെമിനാരിയിലെ അധ്യാപകനുമായ ഡോക്ടർ വിൻസെൻ്റ് കുണ്ടോളാച്ചനാണ് നമുക്ക് വേണ്ടി ഇത് വിശദീകരിക്കുന്നത്. അച്ഛനെ പ്രോഗ്രാമിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. നമ്മൾ 6-ാം കൽപ്പനയിൽ വ്യഭിചാരം ചെയ്യരുന്നുള്ള കൽപ്പനയിലെ ലാസ്റ്റ് എപ്പിസോഡായിട്ടാണ് ഇത് ചെയ്യുന്നത്. വളരെ വിശദമായിട്ട് വ്യഭിചാരത്തിനോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പ്രേക്ഷകരോട് വിശദീകരിച്ചു. വിവാഹത്തിൻ്റെ ഒരു ലക്ഷ്യം സന്താനോൽപാദനമാണ് എന്ന് സഭ പഠിപ്പിക്കുന്നുണ്ട്. ദമ്പതികൾ തമ്മിൽ ഐക്യവും സന്താനോൽപാദനം 2 ലക്ഷ്യങ്ങൾ. അങ്ങനെ വരുമ്പോൾ ഈ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളെ സംബന്ധിച്ച് ആ വിവാഹത്തിന് ഫലദായകത്വം ഇല്ല എന്ന് വരുമ്പോൾ അത് പൂർണ്ണതയായില്ല എന്നുള്ള അങ്ങനെ വരും. ഇന്ന് പണ്ടത്തേക്കാൾ കൂടുതൽ ഇങ്ങനെ വിവാഹിതരായിട്ട് അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകാത്ത ഒരവസ്ഥ, അത് പണ്ടത്തേക്കാൾ കൂടുതൽ ഇന്ന് വളരെ പ്രചാരത്തിൽ വളരെ സ്വാഭാവികമായിട്ട് തീർന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് കേസുകൾ നമ്മുടെ ചുറ്റും നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ തന്നെ ബന്ധുജനങ്ങളുടെ ഇടയിലെല്ലാം നമ്മുടെ ഗ്രാമങ്ങളിലെല്ലാം നമ്മളിത് കാണുന്നുണ്ട്. ഒരുപക്ഷെ മാറി വന്ന ഭക്ഷണ രീതികളുടെയും ജീവിത രീതികളുടെയും ഒക്കെ കാരണങ്ങൾ, അവസ്ഥകൾ ഇതിന് കാരണമായിട്ടുണ്ടാകാം. ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാകാം. ജോലിക്കാർ ഇപ്പോൾ ഓരോ സ്ഥലത്ത് ഒരുമിച്ച് ഒരു സ്ഥലത്തില്ല, ഭയങ്കര ടെൻഷൻ, പിന്നെ അവരുടെ ഭക്ഷണ രീതികളിലൂടെ അകത്ത് ചെല്ലുന്ന കെമിക്കൽസ്, ജോലിസ്ഥല സാഹചര്യങ്ങൾ, ചെറുപ്പത്തിലെ അവർ കഴിച്ച അവരുടെ ജീൻസിലേക്ക് വന്ന ആ ക്രോമസോമുകളിലൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതിലൊക്കെ വന്ന ചില വ്യത്യാസങ്ങൾ, ചില ഭക്ഷണ രീതികൾ വരെ അതിനെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓവർ കലോറികളായിട്ടുള്ള കാര്യങ്ങൾ. അതെന്തെങ്കിലും ആവട്ടെ, ഈ ഒരു സത്യം, ഈ ഒരു യാഥാർത്ഥ്യം നമ്മുടെ കൺമുന്നിൽ ഇന്ന് ഉണ്ട്. അതായത് വിവാഹിതരായിട്ട് മക്കളില്ലാതെ വരുന്ന അവസ്ഥ, അത് ഒരു വിവാഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്താത്തതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഭ അതിനെക്കുറിച്ച് പറയുക, വിവാഹത്തിൻ്റെ പൂർണ്ണത എത്തിയില്ല എന്ന് പറയാൻ സാധിക്കില്ല. കാരണം സാറ് തന്നെ നേരത്തെ ചോദ്യത്തിൻ്റെ ഇടയിൽ സൂചിപ്പിക്കുകയുണ്ടായി, 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വാസ്തവത്തിൽ വിവാഹത്തിൽ നടക്കുന്നത്. ഒന്ന്, 2 വ്യക്തികൾ പരസ്പരം സ്നേഹിച്ച് ആ സ്നേഹത്തിൻ്റെ പൂർണ്ണമായ ഉഭയദാനത്തിൻ്റെ ഒരു അടയാളമായിട്ടാണ് അവർ പ്രത്യുൽപാദന ശേഷി, ആ വർക്കിൽ, ആ പ്രത്യുൽപാദന പ്രക്രിയയിൽ ഒരു പങ്കെടുക്കുന്നത്. അതിൻ്റെ ഒരു പാർശ്വഫലമാണ് വാസ്തവത്തിൽ മക്കളുണ്ടാവുക എന്നുള്ളത്. അപ്പോൾ മക്കൾ ഉണ്ടാകാതിരിക്കുന്നത് അവരുടേതായ കുറ്റം കൊണ്ടല്ല. അവർക്ക് സ്വാഭാവികമായിട്ട് വേണ്ടത്ര പരിശ്രമങ്ങളും വൈദ്യ സഹായങ്ങളൊക്കെ സ്വീകരിച്ചതിന് ശേഷവും അതിന് പറ്റാതെ വരിക എന്നുള്ളത് അവരുടെ കുറ്റം കൊണ്ടല്ല. അപ്പോൾ ദൈവം അത് ഒരിക്കലും വിവാഹത്തിൻ്റെ ജീവിതത്തിൻ്റെ പൂർണ്ണത കുറവായിട്ട് കാണുന്നില്ല. ഒരുപക്ഷെ അങ്ങനെയുള്ള ദമ്പതികൾ അവരുടെ ഈ ദാമ്പത്യ പ്രക്രിയയിൽ അവർ ഏർപ്പെടുമ്പോൾ തന്നെ മക്കളുണ്ടാകുന്നില്ലെങ്കിലും അവർ അവരുടെ ആത്മാർപ്പണത്തെ ഒരു സമൂഹത്തിൻ്റെ പക്കലേക്ക് തിരിച്ചുവിടാനുള്ള ഒരു വിളിയായിട്ട് അത് തിരഞ്ഞെടുക്കുന്ന, മനസ്സിലാക്കുന്ന, ദൈവപരിപാലനയിൽ കണ്ടെത്തുന്ന ഒരുപാട് കപ്പിളുകൾ നമ്മൾ ഈ രീതിയിലുള്ളവരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ മക്കളുണ്ടാവുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പ്രത്യുൽപാദന പ്രക്രിയയിലൂടെ പങ്കെടുക്കുമ്പോൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ അതിനെ അവർ തന്നെ ചെയ്യുന്ന യാതൊരു തടസ്സങ്ങളും അല്ല. സ്വാഭാവികമായിട്ട് അവരുടെ അവരുടെ ജന്മാർജിതമായിട്ടുള്ള അവരുടെ ശരീരത്തിൻ്റെ പ്രകൃതിയിൽ തന്നെയുള്ള ചില കുഴപ്പങ്ങൾ കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനെ ഒരു കുറവായിട്ട് സഭ കാണുന്നില്ല. അവരുടേതായ കാരണങ്ങൾ കൊണ്ടല്ലാതെ സംഭവിക്കുന്നതിന് അവർക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ല. കാരണം ഈ കുഞ്ഞ് ഉണ്ടാവുക എന്നുള്ളത് വാസ്തവത്തിൽ നമ്മുടെ കപ്പിളിൻ്റെ ഒരു ജന്മ അവകാശമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കുഞ്ഞ് ദൈവത്തിൻ്റെ ദാനമാണെന്ന്. കാരണം കുഞ്ഞ് ഒരു ഗിഫ്റ്റാണ്, അല്ലേ, ഒരു ദാനമാണ്. അപ്പോൾ അത് സംഭവിക്കണം. ഇപ്പം ഞാൻ തന്നെ ഈ അടുത്ത് 4ാമത്തെയൊക്കെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ഒരു കപ്പിൾ ഈ അടുത്ത് പെട്ടെന്ന്
ഞാനുമായിട്ട് ഇങ്ങനെ സംസാരിക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ അല്പം ബുദ്ധിമുട്ടിലാണ്. കാരണം 3 കുട്ടികളുണ്ട്, അവരെ ഒന്ന് നോക്കിയെടുക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. ജോലി 2 കൂട്ടർക്കും ഉണ്ട്. ഈ ഒരു അവസരത്തിൽ ഇങ്ങനെ ഉണ്ടായത് ഒരു അല്പം ഞങ്ങളെ ചിന്തിപ്പിക്കുന്നു. അത് എന്താ പറ്റുക, പക്ഷെ നമുക്ക് അത് സ്വീകരിക്കാതിരിക്കാൻ നിവർത്തിയില്ല. അപ്പോൾ നമ്മൾ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുന്നു. മാത്രമല്ല, കാരണം ദൈവം തരുന്നതാണ്. അവരുപയോഗിച്ച വാക്ക് അത് തന്നെ, ദൈവം തരുന്നതാണ്. എത്രയോ പേർക്ക് ആഗ്രഹിച്ചിട്ട് ലഭിക്കുന്നില്ല. അപ്പോൾ കുഞ്ഞൊരു ദാനമായിട്ട് വിവാഹത്തിലൂടെ ദൈവം അവർക്ക് കൊടുക്കുന്നതാണ്. അതുകൊണ്ട് അത് ലഭിക്കാതെ പോകുന്നത് കൊണ്ട്, ആ ദാനം ലഭിക്കാത്തതിന് ഇവർ ഉത്തരവാദികളായിട്ട് ആ വിവാഹം പൂർണ്ണമല്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്നാണ് സഭയുടെ കാഴ്ചപ്പാട്. പഴയ നിയമത്തിൽ തന്നെ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളുടെ ഒരു നേരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവരൊക്കെ പക്ഷേ ദൈവത്തോട് വിശ്വസ്തരായിരുന്നു. അതെ, അതിനെ ഉൾക്കൊള്ളുന്ന രീതിയിൽ ആണ് അതിൻ്റെ മാറ്റം സംഭവിക്കുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നവർ എല്ലാം അവിടുത്തെ നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കുമെന്ന് പറയുന്ന റോമാക്കാർക്ക് 8:28 പറയുന്ന അതേ കാര്യം അക്ഷരശ പാലിച്ചുകൊണ്ട് എത്രയോ ഇങ്ങനെയുള്ള ദമ്പതികളെ നമ്മൾ സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിൽ ചെല്ലുമ്പോൾ പരിചയപ്പെടുന്നു. അപ്പോൾ അവരെല്ലാവരും, ചില ആളുകൾ ചെറുപ്പത്തിലൊക്കെ ആണെങ്കിൽ ഇച്ചിരി ടെൻഷനും വേദനയോടുകൂടി പറയാറുണ്ട്, ഒരു കുഞ്ഞ് ഇല്ല, വളരെ ആഗ്രഹിച്ചിരുന്നതാണ്, അച്ഛൻ പ്രാർത്ഥിക്കണം. വേറെ ചിലർ കുറച്ച് കഴിയുമ്പോൾ വളരെ ഇപ്പോൾ ഒരു ജാളിതയില്ലാതെ വളരെ സന്തോഷമായിട്ട് അവർ വേണം, അച്ഛാ ലഭിച്ചില്ല, എന്തു ചെയ്യാം, ഞങ്ങളത് വിചാരിച്ച് വിഷമിക്കണമൊന്നുമില്ല. ചിലർ കുട്ടികളെ ദത്തെടുത്ത് വളർത്തുന്നവരുണ്ട്. വേറെ ചില ആൾക്കാർ അങ്ങനെയുള്ള സെൻറ്ററുകളിൽ പോയിട്ട് അങ്ങനെ സേവനം ചെയ്ത് ആളുകൾക്ക് അശരണരെ നോക്കി അവർ ആ കാര്യം ചെയ്യുന്നുണ്ട്. വേറെ ആൾക്കാരൊക്കെ ദൈവത്തിൻ്റെ പദ്ധതിക്ക് പൂർണ്ണമായി വിധേയപ്പെട്ട് അങ്ങനെ ജീവിക്കുന്നു. അപ്പോൾ കുഞ്ഞ് ഒരു ദൈവിക ദാനമാണ്, അത് മനുഷ്യൻ്റെ ഒരു കപ്പിളിൻ്റെ അവകാശമല്ല എന്നുള്ള കാര്യം നമ്മൾ കൂടുതൽ ഓർക്കേണ്ടതാണ്. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഇപ്പോൾ നമ്മുടെ മോഡേൺ സയൻറ്റിഫിക് മെത്തേഡ്സ്, ഇപ്പോൾ IVF അല്ലെങ്കിൽ സറോഗേറ്റ് മദർഹുഡ് എന്നൊക്കെ പറയുന്നത്, അത്തരം കാര്യങ്ങൾ സഭ എതിർക്കുന്നതിൻ്റെ ബേസിക് റീസൺ ഇതാണ്. കുഞ്ഞ് ഒരു പ്രോഡക്റ്റ് പോലെ എനിക്ക് ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു വസ്തുവല്ല, ഞാൻ ഉണ്ടാക്കിയെടുക്കേണ്ടതല്ല, അതെനിക്ക് ദാനമായിട്ട് ദൈവം തരേണ്ടതാണ്. ആ ദമ്പതി ബന്ധത്തിൽ നിന്ന് അതിൻ്റെ ഒരു കൾമിനേഷനിലായിട്ട് എനിക്ക് കുഞ്ഞിനെ ദാനമായി ലഭിക്കേണ്ടത്. മറ്റത് നമ്മൾ പോയിട്ട് എല്ലാ സാധ്യമായ ടെക്നിക്കൽ മെത്തേഡ്സ് ഉപയോഗിച്ചുകൊണ്ട് ഒരു കുഞ്ഞിനെ ഉണ്ടാക്കിയെടുക്കുകയാണ്, ഒരു ഫാക്ടറിയിലെ ഒരു പ്രോഡക്റ്റ് പോലെ. അതിനെയാണ് സഭ എതിർക്കുന്നത്. അതേസമയം ആ ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കാനോ അല്ലെങ്കിൽ ആ സാഹചര്യങ്ങളെക്കുള്ള ചികിത്സ കൊടുക്കാനോ ഒന്നും സഭ എതിരല്ല. അപ്പോൾ ഈ സറഗേറ്റ് മദർഷിപ്പ് അല്ലെങ്കിൽ ഫാദർഹുഡ് എന്നൊക്കെ പറയുന്ന കാര്യത്തെ നമ്മൾ കുറച്ചുകൂടി ഒരുപക്ഷെ നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടതായിട്ട് വരും. അതായത് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ബീജമോ, ഒരാളുടെ ബീജമോ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ അണ്ഡമോ വേറെ ഒരാൾക്ക് ദാനം ചെയ്യലാണ് വാസ്തവത്തിൽ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു കപ്പിളിനെ, ദമ്പതികളിൽ ആരുടെയെങ്കിലും ഒരാളുടെ ശേഷിക്കുറവ് കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ സാധ്യമല്ല എന്ന് വൈദ്യശാസ്ത്രം പറഞ്ഞതിന് ശേഷം പുരുഷന് ഒരുപക്ഷെ ലൈംഗികമായ ശേഷിയുടെ കുറവുണ്ടായിരിക്കാം, അല്ലെങ്കിൽ സ്ത്രീക്ക് അങ്ങനെയുള്ള ഒരു ജന്മം കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഗർഭപാത്രത്തോട് ബന്ധപ്പെട്ടോ ഒക്കെ മറ്റുള്ള പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം. അങ്ങനെയുള്ള വരുന്ന സന്ദർഭങ്ങളിൽ ഒരാളെ, ഇപ്പോൾ പുരുഷന് ശേഷിയുണ്ട് പക്ഷേ സ്ത്രീക്ക് അയാളുടെ ഗർഭപാത്രത്തിനാണ് കഴിവ് കുറവെങ്കിൽ ഒരു വാടകയ്ക്ക് എടുക്കുക എന്ന് പറയുന്നത് പോലെ എടുക്കുകയാണ്. അതിനെയാണ് അപ്പോൾ വേറൊരു മദറിൻ്റെ ഗർഭപാത്രത്തെ നമ്മൾ ബോറോ ചെയ്യുന്നത് പോലെ വരികയാണ് കുറച്ച് കാലത്തേക്ക് ഈ കുട്ടിയെ ജനിപ്പിക്കുന്നത് വരെ. അതുപോലെ തന്നെയാണ് ഒരു തൻ്റെ ഭർത്താവിൻ്റെ പുരുഷ ബീജം, ആ ബീജത്തിന് ശേഷിയില്ല എന്ന് കാണുമ്പോൾ വേറെ അന്യരായ ഒരാളുടെ, അത് അറിയണമെന്നില്ല, ഒരാളുടെ ബീജത്തെ ഈ ചില ഏജൻസികൾ വഴി ഇവൾക്ക് നൽകുകയും അതിൽ നിന്നൊരു കുഞ്ഞുണ്ടാവുകയും, പക്ഷേ അമ്മ ഇത് തന്നെയാണ്. പക്ഷേ ആ കപ്പിള് അവർ രണ്ടുപേരും കൂടി അത് സ്വന്തം മകനെ പോലെ അല്ലെങ്കിൽ മകളെ പോലെ അത് സ്വീകരിക്കുന്ന ഒരു രീതി. ഇതിനെയാണ് നമ്മൾ സറഗേറ്റ് മദർഷിപ്പ് അല്ലെങ്കിൽ ഫാദർഹുഡ് എന്നൊക്കെ പറയുന്നത്. ദമ്പതികൾക്ക് ഒരു കുഞ്ഞിൻ്റെ ലഭിക്കാൻ അവകാശമില്ല, അതൊരു ദാനമായിട്ട് ദൈവം അവർക്ക് കൊടുക്കുന്നതാണ് എന്ന് നമ്മൾ പറയുമ്പോൾ, കുഞ്ഞുങ്ങൾക്ക് ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞിനെ അവനെ അല്ലെങ്കിൽ അവൾക്ക് അവരുടേതായ അവകാശമുണ്ട്. കാരണം ആളൊരു വ്യക്തിയാണ്. എൻ്റെ ഫാദർ മദർ ആരാണ്?
എന്ന് അറിയാൻ, അതുപോലെ തൻ്റെ ഫാദറും മദറായിട്ട് ജീവിക്കുന്ന ആളുകളുടെ മകനും മകളായിട്ട് തന്നെ ജനിക്കാൻ ഉള്ളൊരു അവകാശം ആ കുഞ്ഞിന് ഉണ്ട്. സ്വന്തം മാതാപിതാക്കളുടെ വാത്സല്യത്തിൽ വളരാൻ. അതെ, ടു ബി ബോൺ ഫ്രം മൈ ഓൺ പാരൻസ്. അല്ലാതെ എനിക്ക് പരിചയമില്ലാത്ത ഒരാളുടെ പുരുഷൻ്റെ ബീജം എൻ്റെ അമ്മയിൽ വെച്ച് ആ അമ്മയിൽ എന്നെ രൂപപ്പെട്ട് വരിക എന്നുള്ളതല്ല ഒരു കുഞ്ഞ് ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ മറിച്ചും. അല്ലെങ്കിൽ എൻ്റെ അമ്മ വെറുതെ വളർത്തമ്മയാണ്, വാടകയ്ക്ക് ഒരു ഗർഭപാത്രം എടുത്ത് അപ്പച്ചൻ വേറൊരാളിലുണ്ടാക്കിയ, അങ്ങനെ നടക്കേണ്ട ഒരു കാര്യമായിട്ട് അല്ല. അവരുടെ ദാമ്പത്യ സ്നേഹത്തിൻ്റെ പ്രകടനമായിട്ട് രൂപപ്പെടുന്ന ഒരു പ്രവർത്തനത്തിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു കുഞ്ഞ്. അങ്ങനെയാണ് മക്കൾ അതിനെ കാണുന്നത്. കാരണം നമ്മൾ പല ചെറുപ്പക്കാർ പിള്ളേരെ കുട്ടികളോട് മാതാപിതാക്കളിൽ ആരെങ്കിലുമൊക്കെ കർശനമായിട്ട് ഇവരോട് പെരുമാറുമ്പോൾ നിങ്ങൾ എന്നെ അറിഞ്ഞുകൊണ്ട് ഉണ്ടാക്കിയതാണോ, നിങ്ങൾ എന്നെ ആഗ്രഹിച്ചതാണോ എന്ന് ചോദിക്കുന്നത് എന്നൊക്കെ ചിലപ്പോൾ ചോദിച്ച് വഴക്കൂടുന്നതായിട്ട് നമ്മൾ കണ്ടുന്നുണ്ട്. നിങ്ങൾ എന്താണ് എന്നോട് ഇത്ര ഇഷ്ടക്കേട് കാണിക്കുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് എന്നെ ഉണ്ടാക്കിയത് എന്നൊക്കെ ചോദിക്കുന്നതിൽ നിന്ന് ആ വ്യക്തിയുടെ ഒരു സ്വതന്ത്രമായ അവകാശത്തെക്കുറിച്ചാണ് ആ കുഞ്ഞ് പറയുന്നത്. അതായത് എനിക്ക് ഒരു മനുഷ്യജന്മനായിട്ട് ഏതെങ്കിലും ലാബോറട്ടറിയിലോ ടെസ്റ്റ് ട്യൂബിലോ വേറെ ശാസ്ത്രജ്ഞരുടെയോ ഗവേഷകരുടെയോ ഡോക്ടർമാരുടെയോ കഴിവ് കൊണ്ട് രൂപപ്പെടാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ആഗ്രഹിക്കുന്നത് എന്നെ സ്നേഹിക്കുന്ന രണ്ട് ദമ്പതികൾ തമ്മിലുള്ള ഒരു ബന്ധത്തിൽ നിന്നുണ്ടാകുന്ന ഒരു മനുഷ്യജന്മമായിട്ട് രൂപപ്പെടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള ഒരു അവകാശം ഈ കുഞ്ഞിനുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് സഭ അത്തരത്തിലുള്ള ഈ സർഗൈറ്റ് ഫാദർഹുഡ് ആൻഡ് മദർഷിപ്പ് അംഗീകരിക്കാത്തത്. IVF എന്ന് പറയുന്ന കാര്യവും നമ്മുടെ ജനങ്ങൾ ഇന്ന് ഒരുവിധം സാധാരണ യുവതലമുറയ്ക്കൊക്കെ അത് അറിയാമായിരിക്കാം. പക്ഷേ നമ്മുടെ പ്രേക്ഷകരിൽ പലർക്കും അത് അറിയണമെന്നില്ല. അത് സർഗൈറ്റ് മദർഷിപ്പ് വ്യത്യസ്തമാണ്. IVF നടക്കുന്നത് വേറെ ദമ്പതികളിൽ നിന്നല്ല. വാസ്തവത്തിൽ ഒരു ദമ്പതി, പുരുഷനും സ്ത്രീയും, അതിൽ ആർക്കെങ്കിലും ഒരാൾക്ക് അല്പം ചില ലൈംഗികമായി ഗർഭം ധരിക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ട് എന്നെങ്കിൽ, അങ്ങനെ ഒരു പ്രയാസമുണ്ട്, അല്ലെങ്കിൽ ലൈംഗികമായ ജീൻസിന് ഈ ഭർത്താവിന് ശേഷിക്കുറവ് ഉണ്ട് സ്പേമിന് എങ്കിൽ അത് മെച്ചപ്പെടുത്താനായിട്ടുള്ള ടെക്നോളജിക്കൽ സഹായങ്ങൾ, ടെസ്റ്റ് ട്യൂബ് സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതാണ്. അപ്പോൾ അതിനെയാണ് അത് വേറെ ദമ്പതികളുടെ അല്ല സർഗൈറ്റ്. ഇവിടെ ഒരേ ദമ്പതികളിൽ നിന്ന് തന്നെ അത് കൃത്രിമമായി ബീജസങ്കലനം ചെയ്യാനോ അല്ലെങ്കിൽ ബീജവും അണ്ഡവും തമ്മിൽ സംയോജിക്കാനോ ഉള്ള സാഹചര്യങ്ങൾ വൈദ്യസഹായത്തോടുകൂടെ കൃത്രിമമായി നടത്തുന്നു എന്നുള്ള അതും സഭ അനുവദിക്കുന്നില്ല. കാരണം അതിൻ്റെയും കാരണം ഇത് തന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ കുഞ്ഞ് ഒരു ജന്മ അവകാശമല്ല, അതൊരു ദാനമാണ്. രണ്ട്, ആ കുഞ്ഞിന് ഒരു അവകാശമുണ്ട്, എനിക്ക് ഇതുപോലെയുള്ള സ്നേഹപ്രക്രിയയിൽ നിന്ന് മാതാപിതാക്കളിൽ നിന്ന് സ്വാഭാവികമായി രൂപപ്പെടാനായിട്ടുള്ള ഒരു അവകാശമുണ്ട് എന്നുള്ളത്. എങ്കിലും സർഗൈറ്റ് മദർഷിപ്പ് പോലെ ഉള്ള ഗൗരവമായ ഒരു തെറ്റാണ് IVF എന്ന് നമുക്ക് പറയാനും പറ്റില്ല. കാരണം രണ്ടും രണ്ട് തരത്തിൽ ഉള്ള കാര്യങ്ങളാണ്. ഇവിടെ ഒരേ അപ്പൻ്റെയും അമ്മയുടെയും തന്നെ സാധ്യതകളെ മെച്ചപ്പെടുത്തുകയാണ് മെഷീൻസ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട്. അപ്പോൾ അവിടെ ഒരു പുതിയ പ്രൊട്ടക്ഷന് വേണ്ടി അല്ല എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ വേറൊരു സൊല്യൂഷൻ സഭയ്ക്ക് പറയാനുള്ളത് IVF അല്ലെങ്കിൽ സർഗൈറ്റ് മദർഷിപ്പോ സാധിക്കാത്ത, സഭ അനുവദിക്കാത്ത തലങ്ങളിൽ പറയുന്നത് ദത്തെടുക്കുക, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെ ആത്മാർപ്പണത്തിന് പുതിയ രീതികൾ കണ്ടെത്തി ഈ ലോകത്തിൻ്റെ, സഭയുടെ, സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ക്രിയാത്മകമായി അവരുടെ ലൈംഗിക ശേഷികളെ ഉപയോഗിച്ച് ഒരു അവിവാഹിതനോ അല്ലെങ്കിൽ ഒരു സന്യാസിയോ ചെയ്യുന്നത് പോലെ അവരുടെ ലൈംഗികമായ ഊർജ്ജത്തെ ക്രിയാത്മകമായ രീതിയിൽ സർഗാത്മകമായിട്ട് സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി, വ്യക്തികളുടെ പ്രസ്ഥാനങ്ങളുടെയൊക്കെ വളർച്ചയ്ക്ക് വേണ്ടി മാറ്റിവെച്ച് ആത്മാർപ്പണം ചെയ്യുക എന്നുള്ളത് മാത്രമേ സഭയ്ക്ക് പറയാനായിട്ട് സാധിക്കുന്നുള്ളൂ. ഇതിനോട് ചേർന്ന് പോകുന്ന ഒരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ സഭയിലെ ഈ വിവാഹത്തിൽ കഴിഞ്ഞ ദമ്പതികൾ തമ്മിൽ ഒരുമിച്ച് പോകാനായിട്ട് പറ്റിയില്ലെങ്കിൽ, വേണമെങ്കിൽ അവർക്ക് പിരിഞ്ഞ് താമസിക്കാം കുറച്ച് നാളത്തേക്ക് വേണമെങ്കിൽ എന്നുള്ളൊരു പ്രൊവിഷൻ കാനൻ ലോയിൽ പറയുന്നുണ്ട്. കാരണം സഭയിൽ വിവാഹമോചനം ഇല്ല എന്ന് പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. കാരണം ഇത് സാധുവായിട്ടുള്ളൊരു വിവാഹം നടന്നിട്ടില്ലെങ്കിൽ അത് നടന്നിട്ടില്ല എന്നുള്ള ഡിക്ലറേഷൻ മാത്രമേ ഉള്ളൂ, നൾ ആൻഡ് വോയിഡ് ഡിക്ലെയർ ചെയ്യൽ. അപ്പോൾ ഇങ്ങനെയുള്ള കാലഘട്ടങ്ങളിൽ പിരിഞ്ഞ് താമസിക്കുമ്പോൾ ഈ പറഞ്ഞ നേരത്തെ മുൻ എപ്പിസോഡുകളിലൊക്കെ പറഞ്ഞ മാതിരിയുള്ള ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിലേക്ക് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്.
അപ്പോൾ അതും കൂടി ഒന്ന് പ്രേക്ഷകരോട് വിശദീകരിച്ചു. ഈ വിവാഹമോചനം സാറ് പറഞ്ഞത് വളരെ കൃത്യമായ ഒരു കാര്യമാണ്. അത് എനിക്ക് തോന്നുന്നു നമ്മൾ എല്ലാവരും തെറ്റിദ്ധരിക്കപ്പെടാവുന്ന ഒരു കാര്യമാണ്. കാരണം അവർ പെട്ടെന്ന് നോക്കും, ഈ ഇപ്പോൾ കല്യാണ കോടതികൾ, സഭാ കോടതി അവരുടെ വിവാഹത്തെ അസാധുവാക്കി എന്നാണ് പറയുന്നത്. പക്ഷേ ആളുകൾ പെട്ടെന്ന് മനസ്സിലാക്കുന്നത് ഡൈവോഴ്സ് അംഗീകരിച്ചു എന്നുള്ള രീതിയിലാണ്. അതാണ് വ്യത്യാസം ഉണ്ടെന്ന് സാറ് പറഞ്ഞത്. അതായത് അങ്ങനെ ഒരു വക്കീലെന്ന രീതിയിൽ അങ്ങേക്ക് അതിൻ്റെ കൃത്യമായ വ്യത്യാസം അങ്ങ് വ്യതിരിക്തമായി തന്നെ അവതരിപ്പിച്ചു. നടന്ന ഒരു വിവാഹത്തെ അസാധുവാക്കുകയല്ല, അല്ലെങ്കിൽ ആ നടന്ന വിവാഹത്തെ വേർപ്പെടുത്തി കൊടുക്കുകയല്ല സഭാ കോടതി ചെയ്യുന്നത്. സഭയുടെ മുന്നിൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപ്പെടുത്താതിരിക്കട്ടെ എന്നുള്ള നിയമം ക്രിസ്തു എടുത്തു പറഞ്ഞതാണ്. പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ഒരാൾ തൻ്റെ ഭാര്യയെ ഉപേക്ഷിക്കുന്നത്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, അതിനപ്പുറത്ത് അത് അങ്ങനെ ചെയ്യുന്നത്, ചിന്തിക്കുന്നത് പോലും വലിയ തെറ്റായിട്ടാണ് യേശു അത് പറഞ്ഞു. ദൈവം ഒരുമിപ്പിച്ചതാണ്, അതൊരിക്കലും വേർപ്പെടുത്തരുത്. അത്രയും കർശനമായ നിലപാടാണ് ഈ ദാമ്പത്യ ബന്ധത്തെക്കുറിച്ച് കർത്താവ് സ്വീകരിച്ചത്. അതുകൊണ്ട് ഒരിക്കലും സഭയ്ക്ക് ഇവിടെ കല്യാണ കോടതികളിലെ ഒരു കല്യാണവും സഭ അസാധുവാക്കുന്നില്ല, വിവാഹമോചനം നൽകുന്നില്ല. അവിടെ നടക്കുന്നത്, ഇവർ നടന്ന വിവാഹം വാസ്തവത്തിൽ സാധുവായിരുന്നില്ല, യഥാർത്ഥമായിരുന്നില്ല എന്ന് തെളിവുകൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് സമ്മതിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ മാനസിക രോഗത്താൽ, അല്ലെങ്കിൽ ഗുളികകൾ കഴിച്ച് കൃത്യമായ ബോധമില്ലാതെ, അല്ലെങ്കിൽ നിർബന്ധത്തിന് വഴങ്ങി, ഫോഴ്സ്, അല്ലെങ്കിൽ അറിവില്ലാതെ, സമ്മതമില്ലാതെ ഒക്കെ, അല്ലെങ്കിൽ തെറ്റിദ്ധരിച്ച് ഒക്കെ ഒരാൾ ഒരു കല്യാണത്തിന് സമ്മതം മൂളിമ്പോൾ യഥാർത്ഥത്തിൽ അത് തെറ്റിദ്ധരിച്ച് നടത്തിയതാണ്, അറിവില്ലാതെ നടത്തിയതാണ്, സമ്മതമില്ലാതെ നടത്തിയതാണ്, പൂർണ്ണ അറിവോ സമ്മതത്തോടെയല്ല. അതുകൊണ്ട് ആ ആക്ട് തന്നെ യഥാർത്ഥത്തിൽ നടന്നിട്ടില്ല എന്ന് മാത്രമേ സഭ പറയുന്നുള്ളൂ. പക്ഷേ വിവാഹമോചനം ഒരിക്കലും സഭ അനുവദിക്കുന്നില്ല. കാരണം അത്രയും ശ്രേഷ്ഠമാണ്. മരണം ഒഴികെ വേറെ ഒന്നിനെയും ഒരു ദമ്പതികളെ, ഒരു ദാമ്പത്യത്തെ വേർപ്പെടുത്താൻ പറ്റില്ല. മരണം വരെ ഒന്നിച്ച് ജീവിക്കാമെന്ന ഒരു കൽപ്പന, ഒരു വലിയ വാഗ്ദാനം നടത്തുന്നത് പവിത്രമായിട്ട് തന്നെയാണ് സഭ ദാമ്പത്യ ജീവിതത്തിൽ കാണുന്നത്. അപ്പോൾ ഒരു ഭാര്യയെ ഉപേക്ഷിച്ച് വേറെ ഒരാളുടെ കൂടെ ഒരു ഭർത്താവ് പോയി ജീവിക്കുകയാണെങ്കിലും, ഒരു ഭാര്യ ആയിരിക്കുന്ന ആൾ ഭർത്താവിനെ ഉപേക്ഷിച്ച് വേറൊരാളുടെ കൂടെ പോയി ജീവിക്കുകയാണെങ്കിലും അത് വ്യഭിചാരം പോലെ ആയിട്ട് മാറിപ്പോകും. കാരണം ഇത് രണ്ടുപേരും ചെയ്യുന്നത് തെറ്റാണ്. അത് ഈ ഒഴിച്ചു കൊടുത്താലും അവർക്ക് സാധുവായ അല്ലായിരുന്നു കല്യാണം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് വേറെ കല്യാണം കഴിക്കാമെന്നല്ലാതെ, അല്ലാതെ രീതിയിൽ സഭ അനുവദിക്കുന്നത് അവർ മാറി ജീവിക്കട്ടെ എന്നുള്ള ഒരു കാര്യങ്ങൾ ചില അവസരങ്ങളിൽ വരാറുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഇത് വളരെ ഗൗരവമായിട്ട് സഭ കാണുന്നത്, വിവാഹമോചനം നൽകാത്തത് എന്ന് പറഞ്ഞാൽ, വിവാഹമോചനം നൽകുന്നതിലൂടെ സംഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, ഈ വരാൻ പോകുന്ന കുഞ്ഞുങ്ങളുടെ അവസ്ഥ വളരെ കഷ്ടമാണ്. ഉള്ള കുഞ്ഞുങ്ങളുടെ തന്നെ അവർക്ക് അവരുടെ ഫാദറ് മദറെ നഷ്ടപ്പെടുന്നു. അവരെ ഭയങ്കര മുറിവുണങ്ങാത്ത ഒരു വലിയ ഹൃദയവും ആയിട്ടാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. കാരണം അതുവരെ ഉണ്ടായിരുന്ന ഫാദറ് പിന്നെ ഇല്ല, പിന്നെ വേറൊരാൾ ജീവിതത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. ആ വീട്ടിലുണ്ടാകുന്ന അസമാധാനപരമായ പ്രശ്നങ്ങൾ. അപ്പോൾ വേർപെട്ട് ജീവിക്കുന്ന ഒരവസ്ഥ. പക്ഷേ ഈ വേർപെട്ട് ജീവിക്കുമ്പോഴും അവർ ചാരിത്രത്തിൽ കഴിയാനായിട്ട് അവർ ബാധ്യസ്ഥരാണ്, നിഷ്കർഷിക്കുന്നുണ്ട്. കാരണം അല്ലെങ്കിൽ ഒരു അരക്ഷിതത്വം സമൂഹത്തിലുണ്ടാകാം. ഇപ്പോൾ വേർപെട്ട് രണ്ടുപേർ രണ്ട് സ്ഥലത്തിൽ ജീവിക്കുന്നു. ആ അവസരത്തിൽ വ്യഭിചാര പ്രക്രിയകൾക്കുള്ള സാഹചര്യം കൂടുകയാണ്. കാരണം ഒരാൾ ഭാര്യയിൽ നിന്നും വേർപെട്ട് ജീവിക്കുന്ന ഒരവസരം, അവർ വൈകാരികമായിട്ട് തന്നെയുള്ള അടുപ്പങ്ങൾ പോയി അവർ ഇങ്ങനെ വേർപെട്ട് ജീവിക്കുകയാണ്. അപ്പോൾ വേറൊരു ജീവിത പങ്കാളിയെ കണ്ടെത്താനും അവരുമായിട്ട് ഒരു നോർമലല്ല അവിഹിതമായ ഒരു ബന്ധത്തിലേക്ക് കടന്നു ചെല്ലാനും അത് വഴിയൊരുക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ഇങ്ങനെയുള്ള ആളുകളെ പ്രത്യേകമായി സഭ അജപാലന ശുശ്രൂഷയിൽ അവരെ പ്രത്യേകമായി പരിരക്ഷിക്കണമെന്നും അവർക്ക് പ്രത്യേകമായ ചില സ്ഥാനങ്ങൾ, ജോലികൾ, ശുശ്രൂഷകൾ സഭയിൽ ഏൽപ്പിച്ചുകൊണ്ട്
അവർക്ക് മുഖ്യധാര മേഖലയിൽ തന്നെ സഭയിൽ ക്രിയാത്മകമായി വ്യാപരിച്ചുകൊണ്ട് അവരുടെ ചാരിത്രം പാലിക്കാനായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കണമെന്നൊക്കെയാണ് സഭയുടെ ഇപ്പോൾ അമോറിസ് ലെത്തേസിയ എന്ന് പറയുന്ന ലേഖനത്തിൽ മാർപ്പാപ്പ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മുന്നോട്ട് വെച്ച കാര്യം. സഭ ഇവരോട് ഇങ്ങനെ വേറിട്ട് താമസിക്കാൻ പറയുന്നത് തൽക്കാലത്തേക്ക് മാത്രമാണ്. പിന്നീട് അവർ ഒരുമിച്ചാവും. കുറച്ച് നാൾ കഴിയുമ്പോൾ അങ്ങനെയുള്ള കേസുകൾ നമ്മൾ കാണുന്നുണ്ട്. കുറച്ച് നാൾ വേർപെട്ട് കഴിയുമ്പോൾ അവർക്ക് കുറച്ച് നാൾ മനസ്സിലാവുന്നു, ഞാൻ വേറെ ഇതിനേക്കാൾ നല്ലത് നിങ്ങൾ വീണ്ടും ഒരുമിച്ച് ജീവിക്കുക തന്നെയാണ് എന്ന് അവർക്ക് തിരിച്ചറിഞ്ഞ് വീണ്ടും തിരിച്ച് ഒരു ദാമ്പത്യത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യത എന്നും അവർക്ക് ഉണ്ട്, നിലനിൽക്കുന്നുണ്ട് താനും. നമുക്ക് ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം. ഈ വ്യഭിചാരം ചെയ്യരുതെന്ന് 6-ാം കൽപ്പനയുടെ വിശദമായിട്ട് കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ വിശദീകരിച്ചു. ഈ ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ കുഞ്ഞ് ദൈവത്തിൻ്റെ ദാനമാണെന്നുള്ളതും ഒരു കുഞ്ഞിനെ പ്രോഡക്റ്റ് എന്ന നിലയ്ക്ക് കൃത്രിമമായി ഉത്പാദിപ്പിക്കാനായിട്ട് സഭ അനുവദിക്കുന്നെന്നും പ്രേക്ഷകർക്ക് വിശദീകരിച്ചു. അച്ഛനെ സന്തോഷത്തോടെ നന്ദി പറയുന്നു. വ്യഭിചാരം ചെയ്യരുത് എന്ന് പറയുന്ന 6-ാം കൽപ്പന, അതിനെക്കുറിച്ചുള്ള ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. കുഞ്ഞ് ദൈവത്തിൻ്റെ ദാനമാണ്. കുഞ്ഞ് ഒരു ദമ്പതികളുടെ അവകാശമല്ല. അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ ഒരു ഫാക്ടറിയിലെ ഒരു ഉൽപ്പാദനം നടത്തി ഉണ്ടാക്കിയെടുക്കേണ്ടതല്ല എന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഈ എപ്പിസോഡ് ശ്രദ്ധിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.